ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ മാക്സിമം മുതലെടുക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു പുതിയ തന്ത്രമായി കണക്കുകൂട്ടുന്നു. ഏതായാലും അതിനുവേണ്ടി ISI ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ തമ്പടിക്കുകയാണ്. ISIക്ക് ഒപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ-തോയ്ബയും അടക്കമുള്ള പാക് സംഘടനകളും ജമാഅത്തെ ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, അസറുള്ള ബംഗ്ലാറ്റെയും, ഹിസ്ബുത് തഹ്രീർ ബംഗ്ലാദേശ് എന്നീ ഭീകര സംഘടനകളും കൈകോർത്തുകൊണ്ട് പണം കൊടുത്ത് റോഹിംഗ്യകൾ അടക്കമുള്ളവരെ ഭീകര ക്യാമ്പിൽ എത്തിച്ച് പരിശീലനമൊക്കെ പൂർത്തിയാക്കി അതിർത്തികളിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതനുസരിച്ച് അസം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ അതിർത്തി രക്ഷാ സേനയോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് അതിർത്തിയിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോഴുള്ള സംഘർഷത്തിന്റെ മറ പിടിച്ചുകൊണ്ട് കൂടുതൽ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുക, ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുക, ഒരു പുതിയ ജിഹാദിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ മസൂദ് സയ്യിദ് ഷാദന് നേരിട്ട് ബംഗ്ലാദേശിലെത്തി തമ്പടിച്ച് ഈ ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ്. അങ്ങനെ പരിശീലനം പൂർത്തിയാക്കിയ വിവിധ കൂട്ടങ്ങളെ, വിവിധ ഗ്രൂപ്പുകളെയാണ് ഈ പറയുന്ന അസം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നത്. ഇന്ത്യയിലേക്ക് വ്യാപകമായ രീതിയിൽ അസ്ഥിരത സൃഷ്ടിക്കുവാനും ഭീകരപ്രവർത്തനം നടത്തുവാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഏതായാലും ഇന്ത്യൻ സേന കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.